നമ്മുടെ ഭൂമിയിലെ വാട്ടർ സൈക്കിൾ എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ കാലാവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ്. വാട്ടർ സൈക്കിളിൽ ഖരം, ദ്രാവക, വാതക ഘടകങ്ങൾ ഉൾപ്പെടുന്നു. പൊതുവേ നമ്മുടെ വാട്ടർ സൈക്കിൾ എന്നത് ഖരാവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്, വാതകാവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ദ്രാവകാവസ്ഥയിലും കാണപ്പെടുന്നുണ്ട്. സോ ധ്രുവപ്രദേശത്തിൻ്റെ ഉയരങ്ങളിലോ അല്ലെങ്കിൽ സമുദ്രങ്ങളിലെ ലിക്വിഡ് ഫേസോ അതുമല്ല ഭൂമിയിലെ ഏതെങ്കിലും ശുദ്ധജല സംഭരണികളിലോ അലിഞ്ഞു ചേരുന്ന ഘടകമാണ് കാലക്രമേണ ജലമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സ്ഥലം നിർണ്ണയിക്കുന്നത്. നമ്മുടെ ഗ്രഹത്തിൻ്റെ ഉപരിതലം ഉൾപ്പെടുന്ന ഏത് പ്രദേശത്തും ഏത് തരത്തിലുള്ള ജീവജാലങ്ങൾ നിലനിൽക്കുകയും വളരുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ഭൂമിക്ക് ഒരു വാട്ടർ സൈക്കിൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ടെമ്പറേച്ചറും അതുപോലെ തന്നെ പ്രഷറും ജലത്തെ 3 ഫേസിൽ നിലനിൽക്കാൻ അനുവദിക്കുന്നു. അതായത് ഖരാവസ്ഥയിലും നമ്മുടെ ഭൂമിയിൽ ജലം കാണാറുണ്ട്, വാതകാവസ്ഥയിലും കാണാറുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ഫോമിലും ജലമായി തന്നെയും കാണാറുണ്ട്. ചൂടുള്ള ലോകങ്ങളിൽ, അതായത് ഭയങ്കര ഹോട്ടായിട്ടുള്ള പ്ലാനറ്റ്സിൽ ജലം എല്ലായ്പ്പോഴും ഒരു വാതകമായിരിക്കും. അതേസമയം തണുത്ത ലോകങ്ങളിൽ, ഭയങ്കര ഫ്രോസൺ ആയിട്ടുള്ള പ്ലാനറ്റ്സിൽ വെള്ളം എല്ലായ്പ്പോഴും ഖരാവസ്ഥയിലായിരിക്കും. അതുകൂടാതെ എല്ലാ വേൾഡിലും, അതായത് എല്ലാ പ്ലാനറ്റ്സിലും അവരുടേതായിട്ടുള്ള മഴ, മഞ്ഞ്, കാറ്റ് എന്നിവയെല്ലാം ഉണ്ട്. പാറകൾ, ലോഹങ്ങൾ, രത്നങ്ങൾ പോലും പെയ്യുന്ന നമ്മുടെ ജൂപ്പിറ്റർ മുതൽ മീഥെയ്ൻ, നൈട്രജൻ, ഹൈഡ്രജൻ പോലും മഞ്ഞായി വീഴുന്ന തണുത്ത ലോകങ്ങൾ വരെയുണ്ട്. സോ ഓരോ ഗ്രഹങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള മഴയായിരിക്കും ഉണ്ടാവുക. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളിലുള്ള വിചിത്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ ധാരാളം വെള്ളമുണ്ട്. അതിലും കൂടുതലായിട്ട് വെള്ളമുള്ളത് വ്യാഴത്തിൻ്റെയും ശനിയുടെയും ചില ഉപഗ്രഹങ്ങളിലാണ്. സൂര്യനിൽ നിന്ന് വളരെ അകലെയുള്ള ഗ്രഹങ്ങളിൽ ഉയർന്ന മർദ്ദമുള്ള മഞ്ഞിൻ്റെ കട്ടിയുള്ള പാളിക്ക് താഴെ മാത്രമേ ദ്രാവക രൂപത്തിലുള്ള ജലത്തിന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. സോ ആ തണുത്ത പാറക്കെട്ടുകളും നിറഞ്ഞ ഗ്രഹങ്ങളിൽ ശീതീകരിച്ച മറ്റു രാസ സംയുക്തങ്ങളും നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അവ ഉരുകുകയും തിളയ്ക്കുകയും അതിനുശേഷം ദ്രാവകമോ വാതകമോ ആയി മാറുകയും പിന്നീട് ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ചില ഗ്രഹങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് സമ്പന്നമാണ്. എന്നാൽ ഇത് നമ്മുടെ ഭൂമിയിൽ എല്ലായ്പ്പോഴും ഒരു വാതകമാണ്. എന്നിരുന്നാലും കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രീസ് ആകുമ്പോൾ അതൊരു ഡ്രൈ ഐസായിട്ട് മാറുന്നുണ്ട്. അതുകൂടാതെ ഇൻ്റർമീഡിയറ്റ് ടെമ്പറേച്ചറിലും റൈറ്റ് പ്രഷറിലും ചിലപ്പോൾ അതിന് ലിക്വിഡ് ഫോം ആവാനും സാധിക്കുന്നു. ദെൻ ശനിയുടെ വലിയ ഉപഗ്രഹമായ ടൈറ്റനിൽ മീഥെയ്ൻ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും കാണപ്പെടുന്നു. അവിടെ അത് സാധാരണയായിട്ട് വാതകാവസ്ഥ അല്ലെങ്കിൽ വാതക ഘട്ടത്തിനൊപ്പമാണ് നിലനിൽക്കുന്നത്. അതുകൂടാതെ പ്ലൂട്ടോയിലും ട്രൈറ്റണിലും മറ്റ് പ്ലാനറ്റ്സിലും സൗരയൂഥത്തിൻ്റെ വിദൂര ഇടങ്ങളിൽ മീഥെയ്ൻ മാത്രമല്ല കാർബൺ മോണോക്സൈഡും നൈട്രജനും അടങ്ങിയ മഴയും മഞ്ഞും സാധാരണമാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഭയങ്കര ഹോട്ടായിട്ടുള്ള പ്ലാനറ്റ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മേക്കുറിക്ക് അന്തരീക്ഷമില്ല, വായുരഹിതമായതിനാൽ അവിടെ വേരിയസ് ടൈപ്പ് ഓഫ് പ്രസിപ്പിറ്റേഷൻസോ അങ്ങനെ ഒന്നും തന്നെ നടക്കുന്നില്ല. സോ സാധാരണയായിട്ടാണ് എവിടെയാണ് പ്രസിപ്പിറ്റേഷൻസും മഴയൊക്കെ കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്ലാനറ്റ്സിൻ്റെ ഉപരിതലത്തിൽ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഒന്നുകിൽ ബാഷ്പീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യുകയോ അല്ലെങ്കിൽ തിളയ്ക്കുകയോ ചെയ്യാൻ തുടങ്ങുന്നു. സോ ദെൻ അവിടെ നെക്സ്റ്റ് വരുന്നത് അത് വാതകമായിട്ട് മാറുകയും അതിൻ്റെ സാന്ദ്രതയെ ആശ്രയിച്ച് അന്തരീക്ഷത്തിലൂടെ ഉയരുകയും ചെയ്യുന്നു. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അത് അന്തരീക്ഷത്തിലോട്ട് ഉയരുമ്പോൾ അവിടെ താപനിലയും അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ, മർദ്ദവും മാറുന്നുണ്ട്. ദെൻ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ഗ്യാസ് എൻവിറോൺമെൻറ്റിൻ്റെ ഗ്യാസ് സ്പേസിലോട്ട് കടക്കുന്നു. നെക്സ്റ്റ് ഒന്നുകിൽ ദ്രാവക തുള്ളികളായിട്ട് മാറുകയോ അല്ലെങ്കിൽ ഖരാവസ്ഥയിലേക്ക് പ്രവേശിക്കുകയോ ചെയ്യുന്നു. അവിടെ അത് താൽക്കാലികമായിട്ട് നിർത്തപ്പെടുന്നു, അതായത് മേഘങ്ങളായിട്ട് അവിടെ ഫോം ചെയ്യുന്നു. അതിനുശേഷം അതിലുള്ള മോളിക്യൂൾസിനെ ആശ്രയിച്ച് അതിൻ്റെ സ്ട്രക്ചർ ലാർജ് അതുപോലെ തന്നെ മാസീവ് ഒക്കെ ആവുമ്പോൾ അവ മഴ, മഞ്ഞ് അല്ലെങ്കിൽ ആലിപ്പഴം പോലെയുള്ള മഴയായിട്ട് പെയ്യുന്നു.
നമ്മുടെ വീനസിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയുണ്ട്. അവിടെ അന്തരീക്ഷം പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൂടാതെ സൾഫർ ഡയോക്സൈഡും ഉണ്ട്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്നുമാണ് സൾഫർ ഉണ്ടാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലനീരാവിയും കൂടി ചേർന്നാൽ സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യും. സോ വീനസിൽ സൾഫ്യൂരിക് ആസിഡ് മേഘങ്ങളുടെ കട്ടിയുള്ള ഒരു മൂടൽമഞ്ഞുണ്ട്. ആ മേഘങ്ങൾ വലുതും അതുപോലെ തന്നെ കനത്തതുമാകുമ്പോൾ അവ ആസിഡ് മഴയിലേക്ക് നയിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് മഴ ശക്തമായിട്ടുള്ള അസിഡിറ്റി ഉള്ളതിനാൽ അതിൻ്റെ pH സാധാരണയായിട്ട് ഒരു സ്കെയിലിൽ അളന്നാൽ 0 മുതൽ 14 വരെയാകും. ഏകദേശം -1.2 ആണ് അതിൻ്റെ ഒരു pH ലെവൽ. സോ നമ്മുടെ സ്വന്തം വീനസ് അത്രയും ഹോട്ടായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ ട്രൈറ്റൺ, പ്ലൂട്ടോ അത്രയും ഫ്രോസൺ പ്ലാനറ്റ് ആണ്. സോ വീനസ് നമ്മുടെ സൂര്യൻ്റെ തുടക്കത്തിലെ എൻഡിലും പ്ലൂട്ടോ ഏറ്റവും അവസാനവും ആയതിനാലാണിത്. സോ ഇതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഇതിലും വലിയ രീതിയിൽ തീവ്രതകളുള്ള സ്ഥലങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ കൈപ്പർ ബെൽറ്റിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതിനേക്കാൾ തണുത്ത ലോകങ്ങളുണ്ട്. കാരണം എല്ലാ നക്ഷത്രങ്ങളിലും 95% സൂര്യനേക്കാൾ തണുത്തതും പ്രകാശം കുറവുമാണ്. അതേസമയം നിരവധി ഗ്രഹങ്ങൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 100 മടങ്ങ് കൂടുതലാണ്. അത്തരം തീവ്രതകളിൽ പാറ, മഞ്ഞ്, നൈട്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് എന്നിവ മാത്രമല്ല ഹൈഡ്രജൻ മഴയും പെയ്യാറുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാറുണ്ട്. ഭീമാകാരമായിട്ടുള്ള പ്ലാനറ്റ്സിൽ ഹീലിയം മഴയും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ശനിയും വ്യാഴവും പോലുള്ള ജയൻറ്റ് പ്ലാനറ്റ്സിൽ താപനില വളരെ കുറവായിരിക്കും. അവിടെ ഉയർന്ന പ്രഷർ കാരണം ഹീലിയം ഹൈഡ്രജനും ദ്രാവക രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. ഈ ലിക്വിഡ് ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയിലും ധ്രുവീകരണത്തിലും വലിയ വ്യത്യാസം കാരണം നമ്മുടെ ഭൂമിയിലുള്ളതുപോലെ ഓയിലും വാട്ടറും വേർപെട്ടിരിക്കും. സോ ഇത് ഹീലിയം പുറത്തേക്ക് വീഴാനും ഈ ഒരു പ്രവർത്തനം ഹീലിയം പുറത്തേക്ക് വീഴാനും കൂടുതൽ ഹീലിയം പുറത്തേക്ക് ഒഴുകാനും സാധിക്കുന്നു. ഈ പ്രക്രിയ ഭീമാകാരമായ ഗ്രഹങ്ങളുടെ ഉൾഭാഗത്ത് ദ്രാവക ഹീലിയം മഴയ്ക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം നൈട്രജൻ, മീഥേൻ, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ സംയുക്തങ്ങൾ മാത്രമല്ല ഹൈഡ്രജൻ പോലും വളരെ അസ്ഥിരമാണ്. അവയുടെ മാതൃനക്ഷത്രങ്ങളിൽ നിന്ന് സമാനമായ അകലത്തിൽ ഐസ് റോക്ക് ഗ്രഹങ്ങളുടെ അനലോഗ് ഉണ്ടെന്ന് ഉറപ്പാണ്. ഏകദേശം 10 കെൽവിന് താഴെ ഹൈഡ്രജൻ എല്ലായ്പ്പോഴും ഒരു ഖരരൂപമാണ്. എന്നാൽ അല്പം ഉയർന്ന താപനിലയിൽ അത് അതിൻ്റെ പരിസ്ഥിതിയിലെ മർദ്ദത്തെ ആശ്രയിച്ച് ഖരമോ ദ്രാവകമോ അഥവാ വാതകമോ ആകാം. തണുത്ത രാത്രികളും ഊഷ്മളമായ പകലുകളുമുള്ള ഏതൊരു ലോകവും അല്ലെങ്കിൽ ഏതൊരു പ്ലാനറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ മാതൃനക്ഷത്രത്തിൽ നിന്ന് ഒരു നിർണായക മൂല്യത്തേക്കാൾ അടുത്തും അകലെയുള്ളതുമായ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളിലായിരിക്കും. ആ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ശീതീകരിച്ച ഹൈഡ്രജൻ അടിഞ്ഞുകൂടുന്നതിന് പുറമെ ഹൈഡ്രജൻ മഴയും മഞ്ഞും കാണും. അത്തരം ശീതീകരിച്ച ലോകങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടികളും അവയിൽ വലിയ ആഘാതങ്ങളും ഈ അസ്ഥിരമായിട്ടുള്ള ഐസുകളുടെ വലിയ ശകലങ്ങൾ പുറന്തള്ളുന്നതിന് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു. ഇത് പ്രാഥമികമായി നൈട്രജൻ, ഹൈഡ്രജൻ അല്ലെങ്കിൽ മറ്റ് സമൃദ്ധവും എന്നാൽ എളുപ്പത്തിൽ ഫ്രീസ് ചെയ്യാവുന്നതുമായ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിക്കാം. ഈ മഞ്ഞുമലകൾക്ക് അവയുടെ വലുപ്പത്തെ ആശ്രയിച്ച് 100 കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് അതുമല്ലെങ്കിൽ ബില്യൺ കണക്കിന് വർഷങ്ങളോളം നക്ഷത്രാന്തര മാധ്യമത്തിലൂടെ അലഞ്ഞു തിരിയാൻ കഴിയും. അവയിൽ പലതും ക്രമേണ മറ്റൊരു നക്ഷത്രത്തോടടുക്കും. നെക്സ്റ്റ്, ഭൂമിയിൽ നിന്നും ഇതുവരെ നിരീക്ഷിച്ച ആദ്യത്തെ നക്ഷത്രാന്തര വസ്തു ഔമുവാമുവ ഉത്ഭവിച്ചത് ഇവിടെയാണെന്ന് പലരും കരുതപ്പെടുന്നു. നമ്മുടെ ബുധനും ശുക്രനും സൂര്യനെ പരിക്രമണം ചെയ്യുന്നതിനേക്കാൾ അവയുടെ മാതൃനക്ഷത്രത്തോട് വളരെ അടുത്ത് പരിക്രമണം ചെയ്യുന്ന ധാരാളം ലോകങ്ങളുണ്ട്. ആ ലോകങ്ങൾ പലതരം മാസിലും വലിപ്പത്തിലും വരുന്നു. ഒരു പാറക്കെട്ടുള്ള ഗ്രഹത്തിന് അതിൻ്റെ മാതൃനക്ഷത്രത്തോട് എത്രമാത്രം അടുത്തായിരിക്കാമെന്നും ഇപ്പോഴും കാര്യമായിട്ടുള്ള അന്തരീക്ഷമുണ്ടെന്നും അജ്ഞാതമാണെങ്കിലും വാതക ഭീമൻ ലോകങ്ങൾക്ക് ദിവസങ്ങളോ മണിക്കൂറുകളോ ഉള്ള പരിക്രമണ കാലയളവുകളിൽ പോലും അവയുടെ വാതകങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയും. മാത്രമല്ല അന്തരീക്ഷ താപനില പലതിലേക്ക് ഉയരുകയും ചെയ്യും, അതായത് ആയിരക്കണക്കിന് ഡിഗ്രി വരെ. അത്തരം തീവ്രമായ താപനിലയിൽ വൈവിധ്യമാർന്ന മൂലകങ്ങളും തന്മാത്രകളും ബാഷ്പീകരിക്കപ്പെടുകയും വാതക ഘട്ടത്തിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്യാം.
ആ ലോകങ്ങളിൽ ചിലതിന് ഭൂമിയുടേതുപോലെ ഒരു ജലചക്രമുണ്ടായിരിക്കും. എന്നാൽ അവിടെയാണ് ഭൂമിയുമായിട്ടുള്ള സാമ്യങ്ങൾ അവസാനിക്കുന്നത്. പകരം അവയുടെ ജല തന്മാത്രകൾ വ്യക്തിഗത ആറ്റങ്ങളായി മാറുകയും പിന്നീട് സൂര്യനെ അഭിമുഖീകരിക്കുന്ന വശത്ത് പ്ലാസ്മകളായി അയണീകരിക്കുകയും ചെയ്യും. ഇലക്ട്രോണുകൾ അവയുടെ അറ്റോമിക് ന്യൂക്ലിയസുകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും ആ ഗ്രഹങ്ങളിലുടനീളം വീശുന്ന കാറ്റ് ആ അയണൈസ്ഡ് പ്ലാസ്മകളെ ഗ്രഹത്തിൻ്റെ രാത്രി വശത്ത് വീണ്ടും പ്രചരിപ്പിക്കും. അവിടെ അവ തണുപ്പിക്കുകയും ജല തന്മാത്രകളായി വീണ്ടും ഘനീഭവിക്കുകയും ചെയ്യും. അങ്ങനെ അത് മഴയായി പെയ്യുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ചൂടേറിയ ലോകങ്ങൾ വാസ്തവത്തിൽ രാത്രികാല മഞ്ഞുവീഴ്ചകളാൽ സമ്പന്നമായിരിക്കും എന്നാണ് അർത്ഥം. ഏറ്റവും ഭാരമേറിയ മൂലകങ്ങളാണ് എല്ലാവരുടെയും ഏറ്റവും വിചിത്രമായിട്ടുള്ള മഴയ്ക്ക് കാരണമാകുന്നത്. ഒരു ഖരലോകത്തിൽ ഇരുമ്പ്, അലുമിനിയം തുടങ്ങിയ മൂലകങ്ങൾ പകൽ ചൂടും വികിരണവും മൂലം ബാഷ്പീകരിക്കപ്പെടാം. ഈ പ്രക്രിയയിൽ വീണ്ടും അയണീകരിക്കപ്പെടുന്നു. അവ ഗ്രഹത്തിൻ്റെ രാത്രി ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ അവ തണുക്കുകയും ഘനീഭവിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയിലും അവ മേഘങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് വിചിത്രമായി തോന്നുമെങ്കിലും അന്തരീക്ഷത്തിലെ മർദ്ദവും താപനിലയും അനുസരിച്ച് ഈ തീവ്രമായ സാഹചര്യങ്ങളിൽ ലോഹമേഘങ്ങൾ നിലനിൽക്കാം. ആ മേഘങ്ങൾ ആവശ്യത്തിന് വലുതാവുമ്പോൾ അവ മഴയ്ക്കും കാരണമാകും. മെറ്റാലിക് മഴ പല സാധ്യതകളിൽ ഒന്നാണെങ്കിലും കൊറാണ്ടത്തിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു സാധ്യതയും ഉയർന്നു വരുന്നുണ്ട്. അലുമിനിയവും ഓക്സിജനും ചേർന്ന് നിർമ്മിച്ച ഒരു രാസ സംയുക്തമാണ് കൊറാണ്ടം. മറ്റു ലോഹങ്ങളുടെ അംശങ്ങൾക്കൊപ്പം ഇത് രൂപപ്പെടുന്നു. അതായത് ഇരുമ്പ്, ടൈറ്റാനിയം, വനഡേയം, ക്രോമിയം എന്നിവ. നെക്സ്റ്റ്, വൈവിധ്യമാർന്ന രത്നക്കല്ലുകൾ രൂപപ്പെടുന്നതിന് കൊറോണ്ടം ഭൂമിയിൽ പ്രശസ്തമാണ്. കൂടാതെ ചൂടുള്ള എക്സോ പ്ലാനറ്റുകളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. മെറ്റാലിക് മഴയുടെ ശബ്ദം പോലെ നീലക്കല്ലും മാണിക്യവും പെയ്യുന്ന ലോകങ്ങൾ അവിടെ ഉണ്ടാകാം. ഗ്രഹത്തെ ബാധിക്കുന്ന തീവ്രമായിട്ടുള്ള വികിരണം മൂലം ഉപരിതല പാറ ബാഷ്പീകരിക്കപ്പെടുകയും വാതക ഘട്ടത്തിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുന്നത് പാറഗ്രഹങ്ങൾക്ക് കാണാൻ കഴിയും. ലവസമ്പന്നമായ പ്രതലങ്ങളുണ്ടെന്നറിയപ്പെടുന്ന എക്സോ പ്ലാനറ്റുകളുണ്ട്. അവിടെ ബാഹ്യ സാഹചര്യങ്ങൾ ഉപരിതല പാറ ഉരുകാനും ദ്രാവക ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനും ഉപരിതലത്തിലൂടെ സ്വതന്ത്രമായി ഒഴുകാനും അനുവദിക്കുന്നു. ഈ ഗ്രഹങ്ങൾ വ്യാഴത്തിൻ്റെ ഏറ്റവും ഉള്ളിലെ ഗലീലിയൻ ഉപഗ്രഹമായ അയോ പോലെയാണ്. എക്സോ പ്ലാനറ്റിൻ്റെ ഉപരിതലത്തിൽ ലാവ ഒഴുകുമ്പോൾ അത് തിളച്ചു മറിയാം. ഈ പാറകൾ നിറഞ്ഞ വസ്തുക്കൾ അന്തരീക്ഷത്തിലൂടെ ഉയരുകയും ഒടുവിൽ ഗ്രഹത്തിൻ്റെ രാത്രി ഭാഗത്തേക്ക് എത്തുകയും ചെയ്യും. അവിടെ അവ തണുത്ത് ഘനീഭവിക്കും. പാറക്കല്ലുകൾ ഖരഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അവിടെ കണികകൾ ഒരു നിശ്ചിത വലിപ്പത്തിൽ എത്തുന്നതുവരെ അത് അന്തരീക്ഷത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടും. നിങ്ങൾ അവയെ മഞ്ഞ് അല്ലെങ്കിൽ ആലിമഴ എന്ന് വിളിക്കുന്നത് വ്യക്തമായിട്ടുള്ള മുൻഗണനയുടെ കാര്യമാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ആകാശത്ത് നിന്ന് മണലും പാറകളും വീഴുന്ന ഗ്രഹങ്ങളുണ്ട്. 2022 കണക്കനുസരിച്ച് ഏകദേശം 5000 എക്സോ പ്ലാനറ്റുകൾ മാത്രം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് വിചിത്രമായിട്ടുള്ള ലോകങ്ങൾ ഇനിയുമുണ്ട്. അവയിൽ ചിലത് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഹാറ്റ് P7b. ഇതൊരു എക്സോ പ്ലാനറ്റ് ആണ്. ഏകദേശം നമ്മുടെ ജൂപ്പിറ്ററിനെ പോലെയുള്ള ഒരു എക്സോ പ്ലാനറ്റ് ആണ്. നീല കല്ലുകൾ പെയ്യാൻ സാധ്യതയുള്ള ഒരു ചൂടുള്ള ഗ്രഹമാണിത്. നെക്സ്റ്റ് വൺ വാസ്പ് 121b. ലോഹമഴയും പ്ലാസ്മ സംബന്ധമായ ജലചക്രവുമുള്ള വ്യാഴത്തിന് പോലെയുള്ള ഒരു ഹോട്ടായിട്ടുള്ള പ്ലാനറ്റ്. തേർഡ് വൺ വന്നിട്ട് കെൽട്ട് 9b ആണ്. ഇതും ഒരു ഹോട്ടസ്റ്റ് എക്സോ പ്ലാനറ്റ് ആണ്. അയൺ ആൻഡ് ലാവ റെയിൻ ആണ് ഇവിടെ പെയ്യുന്നത്. ഫോർത്ത് വൺ വന്നിട്ട് K2 141b. ഇതും ഒരു ഹോട്ടായിട്ടുള്ള പ്ലാനറ്റ് ആണ്. നമ്മുടെ എർത്ത് സൈസ്ഡ് എക്സോ പ്ലാനറ്റ് ആണ്. റോക്കി സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് റോക്ക് ഓഷ്യൻസും ഉണ്ട്. റോക്ക് ബേസ്ഡ് റെയിൻ ആണ് ഇവിടെ പെയ്യുന്നത്. ഇനി ലാസ്റ്റ് വൺ കൊറോഡ് 7b. ഇതൊരു റോക്കി സർഫസ് ആണെന്ന് കരുതപ്പെടുന്നു ഈ ഒരു പ്ലാനറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ എർത്തിനേക്കാളും ഒരു വലിയൊരു എക്സോ പ്ലാനറ്റാണിത്. പിന്നെ ഇവിടുത്തെ റെയിൻ വന്നിട്ട് മിനറൽസ് ഒക്കെ ഉള്ളൊരു റെയിനാണ്, ഇൻക്ലൂഡിങ് സിലിക്കേറ്റ് ആൻഡ് മെറ്റൽ. ഈ എക്സോ പ്ലാനറ്റുകളെല്ലാം ഈ കഴിഞ്ഞ 30 വർഷത്തിനിടെ കണ്ടെത്തിയതാണ്. എക്സോ പ്ലാനറ്റുകളുടെ ശാസ്ത്രം എത്ര ചെറുപ്പവും അതുപോലെ തന്നെ നവീനവുമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൂമിയിലും ബഹിരാകാശത്തും പുതിയ ടെലസ്കോപ്പുകളുടെ വരവോടെ ആയിരക്കണക്കിന് പുതിയ ലോകങ്ങൾ കണ്ടെത്താനും തിരിച്ചറിയാനും അത് ചിത്രീകരിക്കാനും നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്.